റാലി ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. കാരണം ഒരുപാട് തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അടക്കം കാര്യമായിട്ടുള്ള ഒരു ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നമുക്കൊരു വലിയ റാലി ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ഒരു ട്രിഗർ 2-3 കാര്യങ്ങൾ. ഇൻഡെക്സ് തന്നെ നമുക്കൊരു 10,000-2,500-3,000 പോയിന്റ് നിഫ്റ്റിയിൽ ഉറപ്പായിട്ട് ഈ 26-ൽ കയറ്റം ഉണ്ടാകും. നിരാശപ്പെടാനൊന്നുമില്ല. പക്ഷേ ഈ ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആളുകൾക്ക് പെട്ടെന്ന് ഓർഡർ വേണം. കഴിഞ്ഞ ദിവസം സെർജിയോ ഗോർ ഇന്ത്യയിലെത്തി ചുമതലയേൽക്കുന്നു. എന്തോ ഒരു പ്രസ് മീറ്റിൽ എന്തോ ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ 10-300 പോയിന്റ് മാർക്കറ്റ്. നമസ്കാരം. മാർക്കറ്റിലെ ഓരോ മൂവ്മെന്റിലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണോ? എവിടെ നിക്ഷേപിക്കണം, എങ്ങനെ തുടങ്ങണം, അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടുണ്ടാകും അല്ലേ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ പരിപാടി. വെൽത്ത് മാനേജ്മെന്റ് മുതൽ ബ്രോക്കറേജ് വരെ ഫൈനാൻഷ്യൽ രംഗത്ത് 30 വർഷത്തിലധികം അനുഭവ സമ്പത്തോടു കൂടി പ്രവർത്തിക്കുന്ന DBFSുമായി സഹകരിച്ച് മൈഫിൻ നടത്തുന്ന പ്രത്യേക പരിപാടിയാണിത്. മാർക്കറ്റ് ഇൻസൈറ്റ് വിത്ത് DBFS. DBFSലെ വിദഗ്ധരായിരിക്കും നമ്മുടെ ഈ വരുന്ന ഓരോ എപ്പിസോഡുകളിലും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുക. അത്തരത്തിൽ നമ്മുടെ ഈ ഒരു ആദ്യത്തെ സെഷനിൽ നമ്മളോടൊപ്പം ഉള്ളത് DBFSന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള പ്രിൻസ് ജോർജ് സാറാണ്. സർ, വെൽക്കം. താങ്ക് യു. സർ, ഏതായാലും നമ്മൾ മാർക്കറ്റ് 2026 സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ എസ്പെഷ്യലി ജനുവരി 5 ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ടച്ച് ചെയ്തു. പിന്നീട് അങ്ങോട്ട് നമുക്ക് നിരന്തരമായിട്ട് എസ്പെഷ്യലി താരിഫിന്റെ കൺസേൺസ് ഉണ്ട്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എസ്കലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് കൂടുതൽ സമയം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിലത്തെ ഈ ഒരു സിനാരിയോ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് സാർ മാർക്കറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ 2025 എന്ന് പറഞ്ഞ ഒരു ഇയറിൽ, കലണ്ടർ ഇയറിൽ മാർക്കറ്റിന് അങ്ങനെ വലിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയില്ല. പക്ഷെ മാർക്കറ്റ് ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു ഹൈ ലെവലിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇൻഡെക്സ് വെച്ചിട്ട് മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ വരുമെന്ന് പറയാനൊക്കത്തില്ല. ഇപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്താൽ മ്യൂച്വൽ ഫണ്ടുകൾ പലതും ആവറേജ് 5%, 6%, 3% കൈൻഡ് ഓഫ് റിട്ടേൺ ആണ് കൊടുത്തത്. സാധാരണ രീതിയിൽ ഒരു വർഷം 15-20% വരെയുള്ള റിട്ടേൺ ആണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ പലതും അണ്ടർ പെർഫോം ചെയ്തു. ഞാൻ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ആദ്യം പറഞ്ഞത് എന്താ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രൊഫഷണലായിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് മാനേജ് ചെയ്യുന്ന ഒരു സംഗതിയാണ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ശരിക്കും അവർ മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാൻ എളുപ്പമുള്ളൊരു പ്രൊഡക്റ്റാണ്. അതുപോലും കാര്യമായിട്ട് റിട്ടേൺ കൊടുക്കാത്തൊരു വർഷമാണ്. ഇനി സാധാരണ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ, ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള ആളുകൾ 2025-ൽ 23-24 ഒക്കെ വളരെ നല്ല വർഷങ്ങളായിരുന്നു. പക്ഷേ 25 വന്നപ്പം അവരുടെ ഈ മിഡ് ക്യാപ് സ്റ്റോക്കുകളൊക്കെ ഒരു ഹൈയിൽ പോയിട്ട് താഴേക്ക് വന്നു. ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ പലതും പിന്നെ അങ്ങോട്ട് കയറിയില്ല. പിന്നെ എങ്ങനെ ഇൻഡെക്സ് കയറിയെന്ന് വെച്ചാൽ, ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകളിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ, ഹൈ ക്വാളിറ്റി സ്റ്റോക്കുകളാണല്ലോ ഇൻഡെക്സുള്ളത്, അത് മാത്രം കയറി നിന്ന് അല്ലെങ്കിൽ താഴോട്ട് പോയില്ല, കയറി നിന്നു. അത് ബാലൻസ് ചെയ്ത് നിന്നു. ഒരു സെക്ടർ ഇപ്പോൾ IT കുറച്ച് അണ്ടർ പെർഫോം ചെയ്തപ്പോൾ മറ്റ് ചില സെക്ടേഴ്സ് കയറി നിന്നു. അപ്പോൾ അങ്ങനെ ഇൻഡെക്സ് മാനേജ് ചെയ്തു. പക്ഷേ സ്റ്റോക്കുകൾ ഇപ്പം മിഡ് ക്യാപ്പിലുള്ള സ്റ്റോക്കുള്ള ഒരു പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുന്ന ഒരു സാധാരണ ഇൻവെസ്റ്റർ ആണെങ്കിൽ അയാൾക്കൊരു 10-15% താഴെയായിരിക്കും 25 ഫിനാൻഷ്യൽ. അപ്പോൾ 25 ഫിനാൻഷ്യൽ ഇങ്ങനെ നിൽക്കുമ്പം നമ്മൾ ഒരു വർഷം തീരുമ്പോൾ സാധാരണ രീതിയിൽ ആളുകളുടെ ഒരു അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ ഒരു പ്രതീക്ഷയാണല്ലോ. അപ്പോൾ ഈ വർഷം ഇങ്ങനെ ആയി, അടുത്ത വർഷം ഇച്ചിരി ബെറ്റർ ആകുമെന്നുള്ളത്. ഇതിനകത്ത് എനിക്ക് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനോടായിട്ട് പറയാനുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ഇതിനെപ്പറ്റി ഇത് കണ്ടിട്ടുള്ളതാണ്. അതായത് മാർക്കറ്റിൽ എല്ലാ വർഷവും കൺസിസ്റ്റൻ്റായിട്ട് ആവറേജ് റിട്ടേൺ 15% തൊട്ട് 20% വരെ ആണെന്ന് പറയുമ്പോഴും, ഇക്വിറ്റി മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും അങ്ങനെ വരണമെന്നില്ല. ചില വർഷം അത് 30% ആയിരിക്കും, ചില വർഷം അത് 10% ആയിരിക്കും. ഇപ്പോൾ ഈ 25-ലെ ഏറ്റവും വലിയ സ്റ്റോറി എന്ന് പറയുന്നത്, തുടക്കത്തിലെ സ്റ്റോറിയായിട്ട് വന്ന് ട്രംപിൻ്റെ ഇലക്ഷനായിരുന്നു. ട്രംപ് പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് മാർക്കറ്റുകളൊക്കെ കയറും, ഇന്ത്യക്കൊക്കെ വളരെ നന്നാവും, ഇന്ത്യയുടെ സുഹൃത്താണ് ട്രംപ് എന്നൊക്കെയാണ് പൊതുവേ പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ വന്നപ്പം ഏപ്രിൽ തൊട്ട് അദ്ദേഹം ഈ താരിഫ് കൊണ്ടുവന്നു, പിന്നെ പല കാര്യങ്ങൾ കൊണ്ടുവന്നു, അദ്ദേഹത്തിൻ്റെ പോളിസികൾ പല രീതിയിൽ റിവൈസ് ചെയ്തു. ഇവഞ്ച്വലി 25 അവസാനിച്ചപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു കംഫർട്ടബിളായിട്ടല്ല വന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി 26 തുടങ്ങിയപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒന്ന് മാർക്കറ്റ് ഇൻഡെക്സ് വൈസ് ഓൾട്ടേ ഹൈ അടിച്ചു. പക്ഷെ അതിന് ശേഷം വന്ന ഇവൻറ്റുകളെല്ലാം, ഇപ്പം നമ്മൾ ജിയോ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് തന്നെ നോക്കിയാൽ, ഉക്രൈൻ വാർ തീർന്നില്ല, ഇറാനിൽ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തു, അങ്ങനെ പല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് വെനിസ്വേലയിൽ പോയി അദ്ദേഹം ഒരു പ്രസിഡൻറ്റിനെ തന്നെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങൾ സംഭവിച്ചപ്പം ഇത്ര അൺസർട്ടനിറ്റിക്കുള്ളിൽ മാർക്കറ്റ് കയറുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം സാധാരണ രീതിയിൽ മാർക്കറ്റിലുള്ളവർക്കുള്ള ഫിയർ ഉണ്ടല്ലോ, അവരുടെ മനസ്സിൽ കാണുന്നു. അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണെങ്കിലും, അവർ ട്രേഡേഴ്സ് ആണെങ്കിലും,
ട്രേഡേഴ്സിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വർഷത്തെ പറഞ്ഞില്ല. കാര്യം ട്രേഡേഴ്സിനും കഴിഞ്ഞ വർഷം അത്ര അട്രാക്റ്റീവ് അല്ലായിരുന്നു. കാര്യം ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ്. രണ്ടാമത്തെ കാര്യം ഈ ട്രേഡേഴ്സിന് വളരെ പോപ്പുലറായിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡെറിവേറ്റീവ് പ്രൊഡക്റ്റുകൾ ഓപ്ഷൻസിലൊക്കെ സെബിയുടെ സൈഡിൽ നിന്ന് കുറേയേറെ നിയന്ത്രണങ്ങൾ റെഗുലേഷൻസ് വന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് ട്രേഡേഴ്സിനും അത്ര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് അല്ലായിരുന്നു. അപ്പോൾ ഈ വർഷം ഇപ്പോൾ ഇത് വന്നപ്പോൾ തുടക്കത്തിൽ ട്രേഡേഴ്സിനൊരു ഫിയർ ഉണ്ടായി. അതായത് അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും അൺസർട്ടനിറ്റി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് താരിഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദീപാവലിയോടുകൂടി തന്നെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ ക്രിസ്മസിന് മുമ്പായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പം ന്യൂ ഇയർ ആയിട്ടും അതിനെപ്പറ്റി ഒരു തീരുമാനം ഉണ്ടായിട്ട് ട്രേഡ് ഡീലിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഹയസ്റ്റ് താരിഫുള്ള രാജ്യമായിട്ട് ഇന്ത്യ തുടരുന്നു. പല മേഖലകളെ അത് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ വാറും പൊളിറ്റിക്കൽ ടെൻഷനും ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞ ആ ചാനലിൽ കൂടെ എല്ലാ ദിവസവും രാവിലെ ട്രംപ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ട്രേഡർ പേടിച്ചു. അപ്പോൾ ട്രേഡേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ മാർക്കറ്റിൽ കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ട്രേഡേഴ്സ് മാർക്കറ്റിനൊരു ഹൈയിലേക്ക് പോകാനായിട്ട് ബേസിക്കലി ഒരു പോസിറ്റീവ് എൻവയറമെൻറ്റും ഇല്ല, ഒരു ട്രിഗറും ഇല്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അല്ല, മാർക്കറ്റിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും 2026 എൻ്റെ അഭിപ്രായത്തിൽ 25-നേക്കാളും ഫാർ ബെറ്റർ ആയിരിക്കും. അതിന് പല റീസൺസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഇപ്പോൾ ഈ അൺസർട്ടനിറ്റി ഇനിയും അടുത്ത 26 ഫുൾ ഇങ്ങനെ തന്നെ തുടരുമോ എന്നുള്ളത് നമുക്ക് പറയാനൊക്കത്തില്ല. കുറേയൊക്കെ മാർക്കറ്റ് കറക്റ്റാണ് അവർ കറക്റ്റ് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു. മാർക്കറ്റിൽ അതിന് ഇനിയിപ്പോൾ ഒരു അൺസർട്ടനിറ്റിയുടെ ഒരു സിറ്റുവേഷൻ മാറി കുറച്ചുകൂടി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരാനുള്ള ചാൻസാണ് കൂടുതലാണ്. ഇപ്പോൾ ഈ താരിഫിൻ്റെ കാര്യം തന്നെ എടുക്കാം. എന്താണേലും അമേരിക്കയുടെ ട്രേഡ് ഡീൽ നെഗോഷിയേറ്റ് ചെയ്ത് അവസാനം ഒരു ഡീലിലേക്ക് വരും. അത് എന്ന് വരുമെന്നുള്ളതാണ്. വരുമ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറഞ്ഞ താരിഫായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ വേഴ്സ്റ്റ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ബെറ്റർ ആകാനുള്ള ചാൻസേ ഉള്ളൂ. പിന്നെ ഏണിങ്സിൻ്റെ കാര്യം എടുത്താൽ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റികളാണെങ്കിലും കമ്പനികളാണെങ്കിലും ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യം, പ്രൈവറ്റ് ക്യാപെക്സ്, അതായത് സ്വകാര്യ കമ്പനികൾ, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനികളൊക്കെ ഫണ്ട് റേസ് ചെയ്തെങ്കിലും അവർ പുതിയ കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ടോ ഒന്നും അവർ തയ്യാറാകുന്നില്ല. അവർക്കൊരു പ്രൈവറ്റ് ക്യാപെക്സ് വളരെ മോശമായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഒരു ക്യാപെക്സ്, അതായത് റോഡ്സും റെയിൽവേസും ബ്രിഡ്ജസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് ബജറ്റിൽ വലിയ തോതിൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ത്യയിലൊരു ഗ്രോത്ത് കണ്ടത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് പാർട്ടികളോട് സ്പെൻഡ് ചെയ്യണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ ജോബ്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കൂടുതൽ ആളുകളുടെ കയ്യിൽ കൂടുതൽ ഫണ്ട്സ് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ എക്കണോമിക്ക് ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് കിട്ടും, പർച്ചേസിങ് കപ്പാസിറ്റി കൂടും. ആളുകൾക്ക് അതായത് ഇതിലൊക്കെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി താരിഫൊക്കെ നിൽക്കുമ്പോൾ അവർ പറയും അവരുടെ കമ്പനിയുടെ 100 കോടി രൂപ ഉണ്ട്, നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങിയേക്കാന്ന് പറഞ്ഞാൽ അവർ പറയും അയ്യോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് തുടങ്ങാം. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനൊക്കെ 26 മാറി വരും. പ്രൈവറ്റ് ക്യാപെക്സ് ഉണ്ടാകാം, മാർക്കറ്റ് ഹയറായിട്ട് പോകാം. കഴിഞ്ഞ വർഷത്തെ ഒരു 3-4% അല്ല അങ്ങനത്തെ റിട്ടേണിനെ അപേക്ഷിച്ച് ഈ വർഷം എനിക്കൊരു 20-25% റിട്ടേണിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പം മോശം വർഷമല്ലായിരിക്കും 2026. തുടക്കത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഈ അൺസർട്ടനിറ്റി ഒക്കെ ഫേസ് ചെയ്തത് കൊണ്ട് തന്നെ ഓൾറെഡി അത് മാർക്കറ്റിനകത്ത് ഡിസ്കൗണ്ടഡുമാണ്. സോ ഇനി വരാനിരിക്കുന്ന ഈ ഒരു താരിഫിലായാലും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആയാലും ഒരു പരിധി വരെ അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നാണ് സാർ പറയുന്നത്. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാനൊക്കത്തില്ല. ഈ മാർക്കറ്റ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ വളരെ വലിയൊരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഷോർട്ട് ടൈമിൽ മൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു മാർക്കറ്റ് ഓവർ ഹീറ്റഡ് ആണോ, ഓവർ വാല്യൂഡ് ആണോ, അതോ അണ്ടർ വാല്യൂഡ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്ന് ഏണിങ്സ് നോക്കിയിട്ട് പ്രോഫിറ്റ് ഉണ്ട്, പി റേഷ്യോ ഒക്കെ റീസണബിൾ ആണ്. അങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു എക്സ്ട്രീം ഹൈ വാല്യുവേഷനിൽ 24-ലൊക്കെ 25-ലൊക്കെ വന്നിടത്തുനിന്ന് മാർക്കറ്റിൽ പല സ്റ്റോക്കുകളും കറക്റ്റ് ചെയ്ത് റീസണബിൾ വാല്യുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇൻഡെക്സിൻ്റെ പി തന്നെ നോക്കിയാൽ ഒരു 20-21 ലെവലിലേക്കാണ് നിൽക്കുന്നത്. അത് വളരെ ഹൈ ഒന്നുമല്ല. അപ്പം റീസണബിൾ വാല്യുവേഷനിലേക്ക് എല്ലാ മാർക്കറ്റും എത്തിയെന്ന് ഞാൻ പറയുന്നില്ല, മിക്ക നല്ല സ്റ്റോക്കുകളൊക്കെ കുറേയേറെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു സേഫ്റ്റി ആംഗിൾ അവിടെ ഉണ്ട്. നമ്പർ 1. നമ്പർ 2, മാർക്കറ്റിൽ ഉള്ള ഓപ്പർച്യൂണിറ്റിയാണ് മുന്നോട്ടുള്ളത്. ഈ കമ്പനികൾക്ക് ടേൺ ഓവറും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ കൂടത്തക്ക രീതിയിൽ ഇപ്പോൾ കൺസ്യൂമർ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണ്, ഓട്ടോമൊബൈലിൻ്റെ സെയിൽ കൂടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പോൾ അതിലൊക്കെ ചിലത് ഗവൺമെൻറ് പോളിസികളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞ വർഷം GSTയിൽ ഒരു റാഷണലൈസേഷൻ ചെയ്തു. പിന്നെ ഇൻകം ടാക്സ് സ്ലാബുകളിൽ ഒരു വ്യത്യാസം വരുത്തി. ഇപ്പം ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ കുറച്ച് കാശ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റാണ്. നമ്മളിപ്പം മേടിക്കുന്ന അല്ലെങ്കിൽ ഒരു എക്കണോമി മൂവ് ചെയ്യുന്ന അതിനകത്തുള്ള മേജർ ഐറ്റംസ്, ഓട്ടോമൊബൈൽസ്, വീടുകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പർച്ചേസ് ചെയ്യുന്നതൊക്കെ മുഴുവൻ റെഡി ക്യാഷിലായിരിക്കത്തില്ല. എപ്പോഴും ഒരു ലോൺ കമ്പോണൻ്റ് അതിനകത്തുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് നിൽക്കുന്നിടത്തോളം അവിടെ ആളുകൾക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ് അത് ചെയ്യാനായിട്ട്. അപ്പം അത് ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ നോക്കുമ്പോൾ കൺസംഷൻ കൂടും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയും.
രണ്ട് കമ്പനികൾക്ക് തന്നെ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലും ഒക്കെ ആയിട്ട് നല്ലൊരു ബോറോവിങ്സ് കാണും. അപ്പോൾ കമ്പനികളുടെ ബോറോവിങ് കോസ്റ്റ് കുറയും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയും, മനസ്സിലായില്ലേ? അവരുടെ എക്സ്പെൻസസ് കുറയും, അപ്പോൾ അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും റിസർവ് ബാങ്കിൻ്റെ സൈഡിൽ നിന്നും ഒക്കെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പൂർണ്ണമായിട്ട് ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ക്യാപെക്സ് വരാത്തതിൻ്റെ വേറൊരു കാരണം. ഇപ്പോൾ സമീപകാലത്ത് ഒരു സർവേ ഒക്കെ ഫിക്കി നടത്തിയായിരുന്നു. അതിനകത്ത് കണ്ട പല ഇൻഡസ്ട്രീസിനോടൊക്കെ ചോദിക്കുമ്പോൾ അവരിപ്പോഴും പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു, ഇൻഫ്ലേഷൻ കുറവാണ്, പിന്നെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് GST ഒക്കെ കുറച്ചു. പക്ഷേ ഇപ്പോഴും അപ്രൂവൽസ് കിട്ടാനായിട്ടുള്ള ഡിലേ, ബ്യൂറോക്രസിയുടെ പാർട്ടിൽ ഇപ്പോഴും പല കാര്യങ്ങളും മാറിയിട്ടില്ല. ലീഗൽ സിസ്റ്റംസ് നമ്മുടെ ജുഡീഷ്യറി ഒക്കെ വളരെ സ്ലോ ആണ്. ഒരു കേസ് കൊടുത്താൽ 8-10 വർഷം കഴിഞ്ഞിട്ടാണ് അതിന് വിധി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, റിക്കവറിയുടെ ഇഷ്യൂസും ഒക്കെ ഉണ്ട്. അതുകൂടെ ഒന്നും മാറാതെ നമുക്ക് പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആളുകളെ കിട്ടുന്നത്, പ്രത്യേകിച്ച് ഫോറിനേഴ്സിനെ കിട്ടുന്നില്ല. ഈ 25 ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സ് ഇന്ത്യയിൽ സെല്ലേഴ്സായിട്ട് വന്നു എന്നുള്ളത്. അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ഹൈ കട്ട് ചെയ്തിട്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകാതെ അവിടെ നിൽക്കുന്നത്. എന്നാൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ കാശുണ്ട്, മ്യൂച്വൽ ഫണ്ട് വഴി പണം ഒഴുകി എത്തുന്നുണ്ട്. പക്ഷേ അതിനെ മാർക്കറ്റിനെ ലിഫ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം അവർക്കും ഒരു 100% കോൺഫിഡൻസിൽ ഡൊമസ്റ്റിക് ആളുകളൂടെ കൂടി ഫോറിനേഴ്സിൻ്റെ സെല്ലിങ്സ് നിൽക്കുകയും, സെല്ലിംഗ് ഒന്നും നിന്നാൽ മതി, അവർ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ഡൊമസ്റ്റിക് ആളുകൾക്ക് ഒരു നല്ല കോൺഫിഡൻസ് വരികയാണെങ്കിൽ അത് മാർക്കറ്റ് അങ്ങ് ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് ടേക്ക് ഓഫ് ചെയ്ത് പോകാനായിട്ടുള്ള പല ട്രിഗറുകളും ഉണ്ട്. വാല്യുവേഷൻ വൈസ് കൂടുതലുമല്ല. ഇതൊക്കെയാണെങ്കിലും വലിയ നെഗറ്റീവ് ന്യൂസുകൾ നമുക്ക് അറിയാനൊക്കുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും നമ്മുടെ മുന്നിലില്ല. പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ അത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 26 നല്ല റിട്ടേൺസ് ആളുകൾക്ക് കിട്ടും. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ ഏണിംഗ് ജനുവരി 12 കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട IT കമ്പനികൾ നോക്കുന്ന സമയത്ത് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു Q3 നമ്പേഴ്സ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇനി വരാനിരിക്കുന്ന ഒരു മെയിൻ ഇവന്റ് എന്ന് പറയുന്നത് ബജറ്റ് തന്നെയാണ്, ഒബ്വിയസ്ലി. അപ്പോൾ February 1 ബജറ്റ് വരുന്നത്. അന്ന് നമുക്ക് ഈ പറയുന്ന പോലെ പല സെക്ടേഴ്സിലേക്ക്, എസ്പെഷ്യലി ഡിഫൻസ് അടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് അലോക്കേഷൻസ് വരുന്ന സമയത്ത് കൂടുതൽ കുതിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ബഡ്ജറ്റ് ഏത് മേഖലയിലായിരിക്കും? ഒരു എക്സ്പെക്ടേഷൻ, സാറിൻ്റെ ഒരു വ്യൂ എങ്ങനെയാണ്? അതായത് ഇപ്പോൾ റിസൾട്ടിൻ്റെ ഒരു ആംഗിളാണല്ലോ ആദ്യം പറഞ്ഞത്. റിസൾട്ടിൻ്റെ ആംഗിളിൽ എനിക്ക് പറയാനുള്ള കാര്യം, റിസൾട്ടുകൾ ഇപ്പോൾ Q3 റിസൾട്ടുകൾ Q2-നേക്കാളും ബെറ്റർ ആയിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ കാരണം Q2-ന് മുമ്പ് ഒരു സ്ലഗിഷ് പീരീഡ്, ഈ താരിഫ് വന്ന് ഒരു സ്ലഗിഷ് പീരീഡ് ഉണ്ടായിരുന്നു. രണ്ടാമത് Q2-ൻ്റെ തുടക്കത്തിലാണ്, Q3-യുടെ തുടക്കത്തിലാണ് ഈ GST കട്ടൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ വരാനായിട്ട് സെപ്റ്റംബർ ഒക്ടോബറോടുകൂടിയേ വന്നുള്ളൂ. പിന്നെ ഫെസ്റ്റിവൽ സീസൺ ആയിരുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ അനുസരിച്ച് പല സെക്ടേഴ്സ്, സിമെൻറ്റ്, കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ഓട്ടോമൊബൈൽ, കൺസ്യൂമർ ഗുഡ്സ്, ഇതിലൊക്കെ നമുക്ക് സെയിൽസ് കൂടിയതായിട്ടാണ് പല കമ്പനികളുടെയും ഡേറ്റ ഇതിനു മുമ്പ് പബ്ലിഷ്, മന്ത്ലി ഡേറ്റാസൊക്കെ വന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു Q3 റിസൾട്ടുകൾ നന്നായിട്ട് വരുമെന്നുള്ളതാണ്. പിന്നെ താങ്കൾ പറഞ്ഞ ഈ ആദ്യ റിസൾട്ട് ഇപ്പോൾ വന്നേക്കുന്നത്, തുടക്കമായിട്ടുള്ളതിൻ്റെ ആദ്യം വന്നേക്കുന്ന IT കമ്പനികളാണ്. IT കമ്പനികൾക്ക് ഇന്ത്യയിൽ ഒരു പ്രത്യേക സാഹചര്യം, അതായത് അവർക്ക് ഇത് മാത്രമല്ല, ഗ്ലോബലി AI എന്ന് പറഞ്ഞൊരു മോഡൽ ചേഞ്ച് വരുന്നതുകൊണ്ട് പല വലിയ IT കമ്പനികൾക്ക് ഓർഡർ കൊടുക്കുന്ന ആളുകളും ഫോറിനിൽ നിന്നുള്ള, US-ൽ നടക്കമുള്ള പല ആളുകളും ആ ഓർഡറൊക്കെ ഒന്ന് സ്ലോ ആക്കിയേക്കുക. അപ്പോൾ അതുകൊണ്ട് പൊതുവേ ഉള്ള ഓർഡർ ബുക്ക് പൊസിഷനും പ്രോഫിറ്റ് മാർജിൻസും ഒക്കെ IT കമ്പനികൾക്ക് ഇച്ചിരി കുറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ഇന്ത്യൻ IT കമ്പനികൾ. പക്ഷേ AI-ൽ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവരെ ആദ്യം റിസൾട്ട് വന്ന TCS ഒക്കെ അവരുടെ AI റവന്യൂ $1 ബില്യൺ മുകളിൽ റവന്യൂ വന്നു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തു. അതെ, HCL ടെക് ഉൾപ്പെടെ. പിന്നെ ഇപ്പം ഇൻഫോസിസിൻ്റെ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യുന്നു. തൊട്ടുപുറകെ വിപ്രോ ഉൾപ്പെടെയുള്ള കമ്പനികളും, അങ്ങനത്തെ കുറേ കമ്പനികൾ, IT കമ്പനികൾ ഈ ആഴ്ചയുണ്ട്. പക്ഷേ IT കമ്പനികളുടെ അപ്പുറത്തേക്ക് നമ്മുടെ മാർക്കറ്റിൽ ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസസിലുള്ള HDFC ബാങ്ക്, ICICI ബാങ്ക് എന്നൊക്കെയുള്ള ഈ വീക്കെൻഡ് റിസൾട്ട് വരും. പിന്നെ ഉള്ളത് റിലയൻസ് പോലെയുള്ള കമ്പനികൾ, റിലയൻസ്, LNT, അങ്ങനത്തെ ഒക്കെ ലാർജ്. അപ്പോൾ ഇവരുടെയൊക്കെ റിസൾട്ടുകൾ ഒരു 23rd 24th ഒക്കെ ആകുമ്പോഴത്തേക്കും, ജനുവരി 24th ആകുമ്പോഴത്തേക്കും മിക്ക ലാർജ് കമ്പനികളുടെ റിസൾട്ടുകൾ വരും. അപ്പോൾ ഇത് നമ്മളുടെ ഒരു പ്രതീക്ഷ, ഈ എല്ലാ റിസൾട്ടിലൂടെ വരുന്ന സമയത്ത്, തുടക്കത്തിലെ റിസൾട്ടുകൾ ഇച്ചിരി മ്യൂട്ടഡ് ആണെങ്കിലും എല്ലാ റിസൾട്ടിലൂടെ വരുന്ന സമയത്ത് മാർക്കറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ഒരു എനർജി തിരികെ വരാമെന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ബജറ്റാണ്. ബജറ്റ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഒരു എന്താ പറയുക, ആളുകൾ എപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു ഇവൻ്റാണ്. കാരണം ബജറ്റിനും പല കാര്യങ്ങളും ബജറ്റിന് മുമ്പായിട്ടാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ബജറ്റിന് പണ്ടത്തെ പോലെ റിലവൻസ് ഇല്ല എന്ന് പറയുന്ന ആർഗ്യൂ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. കാരണം ഈ ടാക്സേഷൻ റിലേറ്റഡ് മാറ്റേഴ്സൊക്കെ GST കൗൺസിലിലൊക്കെയാണല്ലോ നടത്തുന്നത്, ഇവിടെ ബജറ്റിന് പാർലമെൻറ്റിലല്ല. എന്നിരുന്നാൽ പോലും എക്കണോമിയുടെ ഒരു ഡയറക്ഷനെ പറ്റിയും ഗവൺമെൻറ്റിൻ്റെ ഒരു ബോറോവിങ് പ്ലാനിനെ പറ്റിയും
നമുക്ക് അടുത്ത വർഷം ഉണ്ടാകുന്ന ഈ കറൻസിയിൽ ഒരു വലിയ ഇടിവ് ഉണ്ടായല്ലോ ഈ വർഷം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഗവൺമെൻറ് ടാക്കിൾ ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയും ഒക്കെയുള്ള പല അനൗൺസ്മെൻറ്റ്സുകളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഗവൺമെന്റ് ഒരു കമന്ററി ഇമ്പോർട്ടന്റ് ആണ്. ഭയങ്കര എക്കണോമിക് സർവേ എന്ന് പറഞ്ഞൊരു സാധനം ബജറ്റിന് തലേദിവസം വരും. അതിൽ തന്നെ നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളും ചീഫ് എക്കണോമിക് അഡ്വൈസറുടെ ഇതിനെ സംബന്ധിച്ചുള്ള വ്യൂ നമുക്കറിയാൻ പറ്റും. അതൊരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റാണ് പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ബജറ്റിൻ്റെ തലേദിവസമാണ് വരുന്നത്. അതിനുശേഷം ഇത്തവണത്തെ ബജറ്റ് വരുന്നത് ഫെബ്രുവരി 1-ാം തീയതി, അത് ഞായറാഴ്ചയാണ്, സൺഡേ ആണ്. അപ്പോൾ ബജറ്റ് വരുന്ന ദിവസം നമുക്ക് കൃത്യമായിട്ടും ആളുകൾ മാർക്കറ്റിനെ ട്രാക്ക് ചെയ്യും. പക്ഷേ ബജറ്റ് കൊണ്ട് മാർക്കറ്റിൽ പണ്ടത്തെ പോലെ, പണ്ടൊക്കെ ബജറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു 6% കയറുകയും ബജറ്റ് വന്നതിന് ശേഷം പിന്നെ 4% ഇടിയുന്നൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത്ര ഒരു വലിയ മൂവ്മെൻറ്റുകൾ ഇപ്പം കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബജറ്റ് ഒരു ഡയറക്ഷൻ ശരി, ബജറ്റ് മാർക്കറ്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ബജറ്റ് വരുന്നതിന് മുമ്പ് ആളുകൾ ഒത്തിരി വിഷ് ലിസ്റ്റൊക്കെ കൊടുക്കും. കാരണം സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർ പറയും STT കട്ട് ചെയ്യണം, അങ്ങനെയൊന്നും വലിയ കാര്യമാണ്. ക്യാപിറ്റൽ ഗെയിൻസിലൊക്കെ ചെറിയ മോഡറേഷൻ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. കാരണം അതിലൊക്കെ ഇപ്പോഴും പലതരത്തിലും നമ്മുടെ ടാക്സേഷൻ അത്ര ഒരു കംഫർട്ടബിൾ അല്ലാത്ത ആളുകളുണ്ട്. പക്ഷേ ഇൻ ജനറൽ പറയുകയാണെങ്കിൽ കമ്പനികൾക്ക് കോർപ്പറേറ്റ് ടാക്സ് റീസണബിളായിട്ടാണ് നിൽക്കുന്നത്. അതിലൊന്നും വലിയ കുറവൊന്നും ഉണ്ടാക്കാനുള്ള ഗവൺമെൻറ് സ്കോപ്പില്ല. പേഴ്സണൽ ഇൻകം ടാക്സിൽ ഇപ്പോൾ വലിയൊരു ചേഞ്ച് കഴിഞ്ഞ വർഷം വരുത്തേണ്ട ഈ വർഷം ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഡെഫിസിറ്റ് പാർട്ട് കൺട്രോൾഡ് ആണെങ്കിൽ ബജറ്റ് ഒരു ഇവൻ്റായിട്ട് വന്നങ്ങ് പാസ് ചെയ്ത് പോകത്തേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ബജറ്റിന് മുമ്പും ബജറ്റിന് ശേഷമായിട്ട് ഒരു 2% മുകളിലുള്ള മൂവ്മെൻറ്റ് ആ തലേദിവസം 2 ദിവസമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത്രേ ഉള്ളൂ ഈ വർഷം. പക്ഷേ അതിൻ്റെ കമൻട്രി പോസിറ്റീവാണ്. ബജറ്റിന് മുമ്പായിട്ട് ഈ താരിഫ് ഡീൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ താരിഫ് ഡീലിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള ഡിസ്കഷന് പുറമെ ഒരു മിനിസ്റ്ററെ സ്പെഷ്യൽ എൻവോയ് ആയിട്ട് US ഇപ്പോൾ വിട്ടിട്ടുണ്ടെന്നാണ് ഒരു ന്യൂസ്. അതിങ്ങനെ മീഡിയയിലൊന്നും അധികം ബ്രേക്ക് ചെയ്ത് വന്നിട്ടില്ല. പക്ഷേ അതങ്ങനെ ഉണ്ട് സംഗതി. അതിപ്പം 2 ദിവസമായിട്ട് അദ്ദേഹം US അത് അമേരിക്കൻ ടീമുമായിട്ട് ഡിസ്കഷൻ നടന്നുണ്ട്. അതിനോടൊപ്പം ആ ഡിസ്കഷൻ്റെ ഒരു കൾമിനേഷൻ എന്നുള്ള രീതിയിൽ പബ്ലിക്കിൽ വന്നൊരു ന്യൂസ്, മിനിസ്റ്റർ ജയശങ്കർ, ഇവിടുത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ട് US ആളുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്കാണ് എത്തുന്നതെന്നുള്ളതിനകത്ത് ഒരു സൂചനകളാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഡീലൂടെ ഇതിന് മുമ്പ് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ബജറ്റിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു 5% അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടാകാം. അപ്പോൾ മാർക്കറ്റിന് ഡൗൺവേർഡ് ചാൻസസ് കുറവും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഡൗൺവേർഡ് ചാൻസ് കുറവ്, അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ട്. പക്ഷേ അപ്വേർഡ് മൂവ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇവൻറ്റ് ബജറ്റിന് മുമ്പായിട്ടോ ബജറ്റോട് കൂടിയോ നടക്കണം. അല്ലാതെ നാച്ചുറലായിട്ട് മാർക്കറ്റിന് വലിയ ഹൈയിലേക്ക് പോകാനൊക്കത്തില്ല. കാര്യം ഓരോ ഹൈയിലും ഈ ആളുകളെല്ലാം പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തും. മാർക്കറ്റിന് റെസിസ്റ്റൻസ് ഉണ്ട് ഓരോ ഹൈയിലേക്കും പോകുന്നത്. സർ, നമ്മുടെ ആദ്യത്തെ ഒരു കോളർ റെഡി പിന്നെന്താ അദ്ദേഹത്തിലേക്ക് പോവാം. ഹലോ. ഹലോ. സർ റെഡിയാണ്. നിങ്ങളുടെ പേരൊന്ന് പറയാമോ? വിഷ്ണു. ഓക്കെ, വിഷ്ണു എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ തൃശ്ശൂരിൽ വിളിക്കുന്നത്. തൃശ്ശൂർ. ഓക്കെ, സാർ ഉണ്ട്, ചോദിച്ചോളൂ. ഹലോ വിഷ്ണു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖം സാർ, സുഖം സാർ. മാർക്കറ്റിലൊക്കെ ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണോ വിഷ്ണു? ഞാൻ ആക്ച്വലി ഈ കോവിഡിന് ശേഷമാണ് ഞാനും കൂടുതൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ കൂടുതൽ പേരും കോവിഡിന് ശേഷമാണല്ലോ മാർക്കറ്റിലേക്ക് വന്നത്. പുതിയ ഒരു ജനറേഷൻ തന്നെ വന്നു മാർക്കറ്റിലേക്ക് കോവിഡിന് ശേഷം. കുഴപ്പമില്ലാതെ പോകുന്നു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ? ലോസ് കൊണ്ട് എന്നാൽ പ്രോഫിറ്റ്, അതൊക്കെ ഇതിൻ്റെ പാർട്ടാണല്ലോ. അങ്ങനെയൊക്കെ വരും. പക്ഷെ നമ്മൾ ഇവഞ്ച്വലി ഈ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കൊരു ബെറ്റർ റിട്ടേൺസ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് എന്താണേലും മാർക്കറ്റ് സിറ്റുവേഷനിൽ നമുക്കൊരു ബെറ്റർ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റണം. അതാണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, എന്താണ് വിഷ്ണുവിന് ചോദിക്കാനുള്ളത്? സാർ, സാധാരണ അങ്ങനെ ലോങ് ടേമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസ് വെച്ചിട്ടാണല്ലോ പലരും പറയുന്നത്, അനലൈസ് ചെയ്തിട്ട് വേണം. അതെ അതെ. എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ, ഞാൻ കുറച്ച് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, അതുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് മാത്രം വെച്ചിട്ട് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രാക്ടിക്കലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ടെക്നിക്കൽ അനാലിസിസ് മാത്രം വെച്ചിട്ട് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു ഫണ്ടമെൻ്റൽ സിറ്റുവേഷൻ, അതായത് അതിൻ്റെ കമ്പനിയുടെ ഒരു സ്ട്രെങ്ത് എന്താണ്, അല്ല അതിൻ്റെ ഫ്യൂച്ചർ പൊസിഷൻ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള ന്യൂസുകളും കമ്പനിയുടെ മാനേജ്മെൻറ്റ് കമൻട്രി, മാനേജ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത്തും, അതുപോലെ തന്നെ ബിസിനസ് പ്ലാനും, അവരുടെ പിന്നെ മറ്റ് ഫിനാൻഷ്യൽസ്, അവരുടെ ബാലൻസ് ഷീറ്റ്, P&L പോലെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റോക്കിനെ കണ്ടെത്തിയാൽ ആ സ്റ്റോക്കിൽ എപ്പോൾ വാങ്ങണം വിൽക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്നിക്കൽസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ടെക്നിക്കൽസ് ഉപയോഗിച്ചിട്ട് അങ്ങനെ കണ്ടെത്തുന്ന ഒരു സ്റ്റോക്കിന് നമ്മൾ ഒരു എൻട്രി പോയിൻ്റ് ടെക്നിക്കൽസ് ഉപയോഗിച്ച് കണ്ടെത്തിയിട്ട് നല്ലൊരു സ്റ്റോക്ക് ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ സ്റ്റോക്ക് നല്ലതാണെങ്കിൽ അതിന് ഏത് ലെവലിൽ എൻട്രി ചെയ്യണമെന്നുള്ള ടെക്നിക്കൽസ് ഉപയോഗിച്ച് കണ്ടെത്തിയിട്ട് ലോങ് ടൈം ബേസിസിൽ ഇൻവെസ്റ്റ് ചെയ്യുക.
പക്ഷേ ഒരു ഷോർട്ട് ടൈം ട്രേഡറുടെ അപ്രോച്ച് നേരെ തിരിച്ചാണ്. അയാൾ കൂടുതലും ടെക്നിക്കൽസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഫണ്ടമെൻ്റൽസിനേക്കാൾ ഉപരിയായിട്ട്. കാരണം ഷോർട്ട് ടൈമിൽ വളരെ ഇപ്പോൾ ഷോർട്ട് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 1 വീക്കോ അല്ലെങ്കിൽ 2 വീക്സോ അല്ലെങ്കിൽ 1 ഡേയിലോ ഒക്കെ തന്നെ ആയിരിക്കും. ആ പീരീഡിലൊക്കെ കൂടുതലും മാർക്കറ്റ് ഫണ്ടമെൻ്റൽസിനേക്കാളും കൂടുതലായിട്ട് ട്രേഡേഴ്സിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, ഓവർ ബോട്ടാണോ ഓവർ സോൾഡ് ആണോ, അല്ലെങ്കിൽ എത്രമാത്രം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ ഉള്ള പല ഘടകങ്ങളും ടെക്നിക്കൽ ഫാക്ടേഴ്സും ഒക്കെ നോക്കിയിട്ടായിരിക്കും മാർക്കറ്റുകൾ മൂവ് ചെയ്യുന്നത് ഷോർട്ട് ടൈമിൽ. അതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് എന്താണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നോക്കും. അപ്പം ഷോർട്ട് ടൈം ട്രേഡിങ്ങിന് ടെക്നിക്കൽസിനാണ് പ്രാമുഖ്യം, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് ഫണ്ടമെൻ്റൽസിനാണ് ഇമ്പോർട്ടൻസ്. പക്ഷേ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി അതിൻ്റെ സൈക്കിളിൻ്റെ ഏറ്റവും ഒരു അടുപ്പിച്ച് കുറേ ദിവസങ്ങൾ കയറി അതിൻ്റെ പീക്കിൽ പോയി നമ്മൾ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് വാങ്ങുന്നതിന് മുമ്പ് ടെക്നിക്കലായിട്ട് തന്നെ അതൊന്ന് നോക്കണം. അത് എങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്കൽ പൊസിഷൻ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്കൊരു സക്സസ്ഫുൾ ഇൻവെസ്റ്റർ ആകാനായിട്ട് പറ്റുന്നത്. ഓക്കെ. അതുപോലെ സാർ നമ്മൾ ഈ സ്റ്റോക്കിൽ നേരിട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്, അതോ മ്യൂച്വൽ ഫണ്ട് ത്രൂ ചെയ്യുന്നതാണോ ശരിക്കും? അല്ല, അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആപ്പിറ്റൈറ്റ് ഓഫ് ദ കസ്റ്റമർ, ലൈക്ക് അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചില ആളുകൾക്ക് ടൈമില്ല, അവർക്ക് മറ്റ് കാര്യങ്ങളൊന്നുമില്ല, അവരെ സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ടുകൾ വഴി നേരെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അതിനെ മാർക്കറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. കാര്യം അവിടെ നല്ല പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സൊക്കെയാണല്ലോ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ടൈമുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ കുറച്ച് ഫോളോ ചെയ്യാനും പഠിക്കാനും ഒക്കെ താല്പര്യമുണ്ട്, ടൈമുണ്ട്, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അഡ്വൈസറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ബെറ്റർ റിട്ടേൺസ് കിട്ടും. മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ഉണ്ടാക്കാൻ പറ്റും. അതിനെ ഒരു സ്പിരിറ്റിൽ കണ്ട് അങ്ങനെ ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് മാർക്കറ്റിനെ ബീറ്റ് ചെയ്ത് റിട്ടേൺ ഉണ്ടാക്കുന്ന കുറേയേറെ ഇൻവെസ്റ്റേഴ്സ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അവർ അതിനെ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണിത്. കാര്യം വെച്ചാൽ അവർക്ക് പല കമ്പനികളെ പറ്റി പഠിക്കാനും, ഓഫ് കോഴ്സ് ഇതിനകത്ത് കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചെറിയ ടെൻഷനൊക്കെ വരും ഇടയ്ക്ക്. എന്നാൽ പോലും ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് കറക്റ്റായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി ചെയ്ത് അത് വിജയിച്ച് അതിൽ നിന്ന് നല്ലൊരു നേട്ടം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് വരുന്ന ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ടല്ലോ. അത് എപ്പോഴും നമുക്കൊരു ബെറ്റർ റിട്ടേൺസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട കാര്യം. ആ റിട്ടേൺ ഉണ്ടാകാനുള്ള അവസരം തന്നെ പഠിച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതിനുള്ള നോളജ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു വിഷ്ണു. ഓക്കെ വിഷ്ണു, നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ സാർ, ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ബോണ്ടോ മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗങ്ങളാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. എസ്പെഷ്യലി ഇതിനകത്ത് ബേസിക് ആയിട്ട് ഇപ്പോൾ തുടക്കക്കാരൻ എന്നുള്ളൊരു നിലയിലേക്ക് ഒരു വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്പാർട്ട് ഫ്രം റിസ്ക് ആപ്പറ്റേറ്റ് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളായിരിക്കും കൺസിഡർ ചെയ്യേണ്ടത്? അതായത് നമുക്കിതിനകത്ത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പ്രോഗ്രാമിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ആളുകൾ ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ വന്ന് ചോദിക്കുമല്ലോ. ആളുകൾക്ക് ഉള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവർക്ക് നിക്ഷേപം വേണമല്ലോ. കാരണം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മുന്നോട്ട് പോകും തോറും നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ്സിലേക്ക് ഒത്തിരി ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. കോവിഡിന് ശേഷം, ഇപ്പോൾ വിഷ്ണു പറഞ്ഞാൽ കറക്റ്റാണ്, കോവിഡിന് ശേഷമാണത് അതിന് സ്പീഡ് കൂടിയത്. പണ്ടത്തെ പോലെ ആളുകൾക്ക് പോയി ഏതെങ്കിലും പ്രോപ്പർട്ടി മേടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു റിട്ടേൺ ഉണ്ടാക്കാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ ഇപ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് ആയി. വളരെ പെട്ടെന്ന് അവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ മാർക്കറ്റിൽ പോകാം. ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മ്യൂച്വൽ ഫണ്ട് തന്നെ ഡെറ്റ് സ്കീംസ് ഉണ്ട്, ഇക്വിറ്റി സ്കീംസ് ഉണ്ട്, ഹൈബ്രിഡ് സ്കീംസ് ഉണ്ട്, അങ്ങനെ പിന്നെ നമുക്ക് ETF-കളുണ്ട്. അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റുകളൊക്കെ അവൈലബിൾ ആയി. അപ്പോൾ പിന്നെ മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് പോയാൽ ഡിമാറ്റിൽ കിടക്കും. നമുക്ക് വളരെ സേഫ്റ്റി ഉണ്ട് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനകത്ത്. അപ്പോൾ സെബിയുടെ റെഗുലേഷനൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഷുറൻസ്, അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റുള്ള പ്രൊഡക്റ്റ് നന്നായിട്ടുണ്ട്, പെൻഷൻ പ്രൊഡക്റ്റുകളുണ്ട്, NPS ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എൻറ്റയർ ഈക്കോ സിസ്റ്റം. പിന്നെ ഇപ്പം ബോണ്ടുകൾ ഗവൺമെൻറ് ബോണ്ടുകളിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ആളുകൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം, കോർപ്പറേറ്റ് ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ആളുകൾക്ക് അവരുടെ ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി ഇതെല്ലാം സിക്ലിക്കലാണല്ലോ. ചില സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കും, അപ്പോൾ ബോണ്ട് പ്രൈസസ് താഴെയായിരിക്കും, അപ്പോൾ നമുക്ക് ബോണ്ടുകൾ വാങ്ങിക്കാം. ചില സമയത്ത് സ്റ്റോക്കുകൾ താഴേക്ക് വരും, കറക്റ്റ് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരുന്നു, അപ്പോൾ സ്റ്റോക്കുകൾ വാങ്ങാം. അങ്ങനെ ഈ മണി ഇതിനകത്തൂടെ റൊട്ടേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ആണ്. അത് ഗ്ലോബലി എല്ലാ ഫണ്ട് മാനേജേഴ്സും ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അസറ്റ് അലോക്കേഷൻ മോഡൽ ഉണ്ടാക്കും. അപ്പോൾ ഓരോ സമയത്തെയും മാർക്കറ്റിൻ്റെ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് അവർ പറയും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് കൂടുതൽ, ഇപ്പോൾ ഒരു 40% വെയിറ്റേജ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകും, കുറച്ച് ഗോൾഡിലേക്ക് പോകും, കുറച്ച് മറ്റ് അസറ്റിലേക്ക് പോകും. അങ്ങനെ നമ്മളൊരു അസറ്റ് അലോക്കേഷൻ ഉണ്ടാക്കി ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ട് അതിനനുസരിച്ച് നമ്മുടെ ഒരു മാർക്കറ്റിൻ്റെ നമുക്ക് ഒരിക്കലും മാർക്കറ്റിൻ്റെ ടോപ്പോ അല്ലെ ബോട്ടോ ഒന്നും പറയാനൊക്കത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് ചില സിറ്റുവേഷൻസ് പഠിച്ചിട്ട് ഇപ്പോൾ ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ ചാൻസ് ഇല്ല, അല്ലെ ഇനിയിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഈ സ്റ്റോക്ക് കുറേയേറെ കയറാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ അതിൻ്റെ ബൈ സെൽ സ്ട്രാറ്റജീസ് കൂടെ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോഴാണ് ഇൻവെസ്റ്റർക്ക് ഹയർ റിട്ടേൺ കിട്ടുന്നത്.
ഞാൻ പറഞ്ഞത്. അപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, അപ്പോൾ പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ ആൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ചുമ്മാ ഒരു സ്റ്റോക്കിൽ ആരെങ്കിലും പറയും ഇത് മേടിച്ചോ ഇത് വിറ്റോ എന്ന് പറയുന്നതിനല്ല. നമ്മളിതിൻ്റെ പർപ്പസ് എന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഓവറോൾ ഗോൾസിനകത്ത് എങ്ങനെയാണ് ഇത് ഫിറ്റ് ആകുന്നതെന്ന് നോക്കണം. നമ്മുടെ ടൈം ഹൊറൈസണൊക്കെ നോക്കി, നമ്മുടെ റിസ്ക് ആപ്പിറ്റൈറ്റ് ഒക്കെ നോക്കി, ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ നോക്കിയിട്ട് ഒരു സ്റ്റേജിൽ നമുക്ക് മനസ്സിലാകുകയാണ് നമ്മുടെ കയ്യിൽ എക്സസ് എമൗണ്ട് ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, നമുക്കൊരു ഫ്യൂച്ചറിൽ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്, ഒരു വീട് വെക്കാനുള്ള കാശ് വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാർ വാങ്ങാനുള്ള കാശ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു 5 വർഷം കൊണ്ട് എങ്ങനെ സേവ് ചെയ്യാം, അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റോക്കാണ്, ഏത് സ്റ്റോക്ക് മേടിക്കണോ അല്ലെങ്കിൽ ഏത് ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഫിനാൻഷ്യൽ പ്ലാനേഴ്സുമായിട്ട് അഡ്വൈസേഴ്സുമായിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടോ ചെയ്യണം. ഇതാണ് അതിൻ്റെ കറക്റ്റ് രീതി. ഈ റിട്ടേൺസ് പല അസറ്റിലും പല രീതിയിലാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ 5-6% കിട്ടുമ്പം ഗോൾഡിൽ 7-8% ആവറേജ് കിട്ടും. റിയൽ എസ്റ്റേറ്റ് 10% കിട്ടുമെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി കുറവാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളൊരു ഗുണം എന്നാണെന്ന് വെച്ചാൽ ഒരു 15-16% കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻഡെക്സ് ലെവലിൽ തന്നെ കിട്ടുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉള്ളതാണ്. അതെന്താണ്, കമ്പനികളൊക്കെ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടാണ് അത്. അപ്പോൾ ആ ഒരു റിട്ടേൺ കിട്ടാനുള്ള ചാൻസും ഉണ്ട്, ഹയസ്റ്റ് ലിക്വിഡിറ്റി ഉള്ള ഒരു സ്പേസും. ഓക്കെ, നമ്മുടെ അടുത്തൊരു കോളർ റെഡി ആയിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ ഹലോ കേൾക്കാവോ? ഇതാരാണ്? കേൾക്കാം സാർ. എൻ്റെ പേര് ബേസിൽ എന്നാണ്. ബേസിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാർ ഞാൻ തൊടുപുഴന്നായിരുന്നു വിളിക്കുന്നത്. പറയൂ ബേസിൽ, എന്താണ് ക്വസ്റ്റ്യൻ? എന്താ ഉള്ളത്? സാർ, നമ്മൾ ഈ ബഡ്ജറ്റിൻ്റെ ടൈമിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ ഏതാണ് നല്ലത്? ബജറ്റിനായിട്ട് മാർക്കറ്റിൽ പണ്ടൊക്കെ ബജറ്റുകൾ വരുന്നതിന് മുമ്പായിട്ട് ഒരു മാസം മുമ്പ് തന്നെ ചില പ്രത്യേക സെക്ടേഴ്സ് എല്ലാ ബജറ്റിലും ഗവൺമെൻറ് പരിഗണനയിൽ വരുമെന്ന് പറയുന്ന ചില മേഖലകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഹൗസിങ്, ഫെർട്ടിലൈസർ, വളം കമ്പനികൾ, പിന്നെ ഇപ്പം എന്താ പറയുക ഹോസ്പിറ്റൽ കമ്പനികൾ, അങ്ങനത്തെ ഒക്കെ കുറേ ഹെൽത്ത് കെയർ മേഖലകളൊക്കെ എപ്പോഴും ഗവൺമെൻറ് കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യും, എഡ്യൂക്കേഷൻ ഫണ്ട് ഹയറായിട്ട് അലോക്കേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്റ്റോക്കുകളൊക്കെ കയറും. റെയിൽവേ സ്റ്റോക്കുകൾ കയറാറൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ 2-3 ബജറ്റിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അത്ര വലിയ തോതിലുള്ള റാലികളൊന്നും ഇതിലുണ്ടാകാറില്ല. പക്ഷേ ഇതിലൊക്കെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ബജറ്റിന് മുമ്പ് തന്നെ ഈ ന്യൂസ് പ്രതീക്ഷിച്ച് ഒരു മാസം മുമ്പ് തന്നെ ഈ സ്റ്റോക്കുകൾ കയറാൻ തുടങ്ങും. ആക്ച്വലി ബജറ്റിൽ ഈ അനൗൺസ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് ഈ സ്റ്റോക്കുകൾ സെല്ലാകാൻ തുടങ്ങും. ഈ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബൈ ഓൺ റൂമേഴ്സ് സെൽ ഓൺ ന്യൂസ് എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത് ആളുകൾ എപ്പോഴും ഒരു സ്റ്റെപ്പ് ഒരു മുഴം മുന്നിൽ അങ്ങോട്ട് കല്ലെറിഞ്ഞ് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആ ഒരു ട്രെൻഡ് ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അത്രയധികം കാണുന്നില്ലെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ ഇപ്പോൾ ഡിഫൻസ് സ്റ്റോക്കുകൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. കാര്യം ഡിഫൻസിൽ ഒരു ഹയർ അലൊക്കേഷൻ കിട്ടുമെന്നുള്ളതാണ് പബ്ലിക്കിൻ്റെ പ്രതീക്ഷ. ഡിഫൻസ് സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ബെറ്ററായിട്ട് വരാം. പിന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കുറച്ചൊരു മടുത്താണ് ഈ തവണ നിൽക്കുന്നത്. അത് തിരിച്ചു വരുമോയെന്ന് അറിയത്തില്ല. റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പില്ല. ഇൻഷുറൻസ് മേഖലയിൽ ഓൾറെഡി കുറേ റെഗുലേഷൻസ് ഒക്കെ വന്നു. പക്ഷേ അതിന് പിന്നെ കണ്ടിന്യൂസ് പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വേണേൽ ഇൻഷുറൻസ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നേട്ടം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ന്യൂസ് വന്ന് ഒരു ട്രിഗർ ഉണ്ടാകുകയും ബജറ്റിന് അനുകൂലമായ ഘടകം കൂടെ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കുകളിലൊക്കെ നല്ല റാലി നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. റാലി ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. കാരണം ഒരുപാട് തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അടക്കം കാര്യമായിട്ടുള്ള ഒരു ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നമുക്കൊരു വലിയ റാലി ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ഒരു ട്രിഗർ 2-3 കാര്യങ്ങൾ. ഒന്നുകിൽ ഈ ട്രേഡ് ഡീൽ നടക്കണം US-ആയിട്ടുള്ള, അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൽ ഒരു കുറച്ചൊരു അയവുണ്ടാകണം. ഇതെല്ലാം തമ്മിൽ ഇന്റർ കണക്റ്റഡാണ്. ക്വാർട്ടർലി റിസൾട്ടുകൾ ബെറ്റർ ആണെങ്കിൽ മാത്രമേ ഒരു സ്ട്രോങ് റാലിക്കുള്ള സ്കോപ്പ് ബജറ്റോടനുബന്ധി ഇപ്പോൾ ഉള്ളൂ. ഇൻഡെക്സ് തന്നെ നമുക്കൊരു 10,000-2500-3000 പോയിന്റ് നിഫ്റ്റിയിൽ ഉറപ്പായിട്ട് ഈ 26-ൽ കയറ്റം ഉണ്ടാവും. നിരാശപ്പെടാനൊന്നുമില്ല. പക്ഷേ ഈ ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആളുകൾക്ക് പെട്ടെന്ന് ഓർഡർ വേണം. അതിനുള്ള ചാൻസ് ഇത്തവണ ബജറ്റിന് മുന്നേ കുറവാണ്. പക്ഷേ എന്നാൽ വലിയ ചാൻസ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈ ട്രേഡ് ഡീലിനെ സംബന്ധിച്ച് ഒരു അനൗൺസ്മെന്റ് വന്നാൽ തന്നെ ഒരു 500-800 പോയിന്റ് വരെ നിഫ്റ്റിയിൽ എന്തോ ഒരു പ്രസ് മീറ്റിൽ എന്തോ ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ 10-300 പോയിന്റ് മാർക്കറ്റ്. അപ്പോൾ അതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചത് അതൊരു പ്രധാന ഇഷ്യൂ തന്നെയാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു മാർക്കറ്റ് ഇൻസൈറ്റ് വിത്ത് DBFSന്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ക്വയറീസ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് അയക്കാവുന്നതാണ്. ഏതായാലും മറ്റൊരു എപ്പിസോഡിൽ DBFSലെ വിദഗ്ധരുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.